സോഷ്യോളജിനകത്തിൽ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലമാണ് യൂത്ത് അൺട്രസ്റ്റ് എന്ന് പറയുന്നത്. യൂത്ത് അൺട്രസ്റ്റിൻ്റെ ഗ്ലോബൽ പേഴ്സ്പെക്റ്റീവ് നോക്കാൻ സമയത്ത് ഈ ഒരു യൂത്ത് അൺട്രസ്റ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ശരിക്കും വെച്ചാൽ സ്റ്റുഡൻറ്റ് ആക്ടിവിസത്തിൻ്റെ കൂടെ അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ് റിവോൾട്ടിലും കൂടിയാണ്. നമ്മൾ സ്റ്റുഡൻസ് ഉണ്ടാക്കുന്ന സമരങ്ങളുണ്ടല്ലോ, അതിനാണ് നമ്മൾ ശരിക്കും യൂത്ത് അൺട്രസ്റ്റ് ആയിട്ട് കാണുന്നത്. അതേപോലെ തന്നെ ഇതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള റിയാലിറ്റിയും കൂടെയാണ്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വർഷങ്ങളായിട്ട്, കുറച്ച് ഡെക്കേഡ്സ് ആയിട്ട് ഈ സ്റ്റുഡൻസ് ഒരു മേജർ റോള് ഈ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യത്തിൽ തന്നെ സോഷ്യൽ ചേഞ്ചിൻ്റെ കാര്യത്തിലും അവർ വരുത്തിയിട്ടുണ്ട്. സോഷ്യൽ ചേഞ്ച് അതേപോലെ തന്നെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബെർലിൻ മുതൽ ടോക്കിയോ വരെയും പാരീസ് ടു ന്യൂയോർക്ക് അതേപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റുഡൻസ് നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്യൂബ, ചെക്കോസ്ലൊവാക്യ, ഫ്രാൻസ്, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ സ്റ്റുഡൻറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അത് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഇമ്പാക്റ്റും ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജപ്പാനിലുള്ള സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റുകൾ, അതേപോലെ തന്നെ ഇന്തോനേഷ്യ, ബംഗ്ലാദേശിൽ സ്റ്റുഡൻറ്റ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഈ സൊസൈറ്റിനെ തന്നെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂത്തിന് അവിടെ പറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാനുള്ളത് യൂത്ത് അൺട്രസ്റ്റ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരുപാട് സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അത് ബസ്സിൻ്റെ പേരിൽ സമരം നടന്നിട്ടുണ്ട്, സ്ട്രൈക്ക് നടന്നിട്ടുണ്ട്. അത് മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എക്സാമിനേഷൻ ഫീൻ്റെ പേരിൽ ഒരു പ്രൊട്ടസ്റ്റ് നടന്നിട്ടുണ്ട്. അത് ലക്നൗ യൂണിവേഴ്സിറ്റിയിലാണ്. അവിടെ മാത്രമല്ല, പല യൂണിവേഴ്സിറ്റികളിൽ ഇതേപോലുള്ള പ്രൊട്ടസ്റ്റുകൾ എല്ലാ വർഷവും നടക്കാറുണ്ട്. ഇനി കുറേ റിഫോംസിന് വേണ്ടി നടന്നിട്ടുണ്ട്. അതായത് ആന്ധ്രാപ്രദേശിലെ അഗ്രികൾച്ചർ റിഫോംസ്, മഹാരാഷ്ട്രയിലൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ഇഷ്യൂസിൻ്റെ പേരിൽ തെലങ്കാന പോലുള്ള സ്ഥലങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആൻറ്റി ഹിന്ദി പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ നടന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതും മിക്കവാറും എക്സാമിന് വരാൻ വേണ്ടി ചാൻസ് ഉള്ളതായിട്ടുള്ള ക്വസ്റ്റ്യനാണ് കോസസ് ഓഫ് യൂത്ത് അൺട്രസ്റ്റ്. അപ്പോൾ ഈ യൂത്ത്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്കും അതേപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന സ്ട്രൈക്കും കാരണം എന്താണെന്നുള്ള കാര്യം കാണാൻ നോക്കാം. ഒന്ന്, ഫാമിലി പ്രോബ്ലംസാണ്. അതായത് പാരൻറ്റിങ് ഭയങ്കര പുവറായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളുടെ മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. അതായത് മൈൻഡ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്ക് മെൻ്റൽ അതേപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള വെൽബീയിങ് ഉണ്ടാവാറില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് വരും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. രണ്ട്, ഇനീക്വാലിറ്റീസാണ്. ഈ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ഇൻജസ്റ്റിസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടി പറ്റില്ല. അവരിതിനോട് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇതിനെതിരെ തിരിയും. അതേപോലെ തന്നെ ഫ്ലോഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചോ, അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ്, അതേപോലെ തന്നെ ഇറലവൻ്റ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരതിനെതിരെ എന്തെങ്കിലും റിവോൾട്ട് ചെയ്യും. ഇനി അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഏറ്റവും വലിയൊരു റീസൺ. അതായത് ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരു കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആൾക്കാർക്ക് ജോലി എന്ന് പറയുന്ന സാധനം, ജോബ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ജോലി ഇല്ലാത്ത സമയത്ത് അവർക്ക് ഇങ്ങനെ അടങ്ങിയിരിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇനി കറപ്റ്റായിട്ടുള്ള അതോറിറ്റീനെ കാണുന്ന സമയത്ത്, അതായത് ഒരു കറപ്റ്റ് ലീഡർ ഉണ്ടെങ്കിൽ അതൊരു കറപ്ഷനിലേക്ക് പോകും. അത് കറപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അഴിമതി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ ഒരു ഇങ്ങനെ കറപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നും? ഡിസപ്പോയിൻറ്റ് തോന്നും. അതായത് യൂത്തിനെ ഡിസപ്പോയിൻറ്റ് തോന്നും. അപ്പോൾ ഒരു മിസ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതെന്തിലേക്ക് ഉണ്ടാക്കും? പ്രശ്നങ്ങളിലേക്ക് പോകും. പിന്നെ അതേപോലെ തന്നെ പൊളിറ്റിക്കൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ, അതായത് പൊളിറ്റീഷ്യൻസ് ഈ സ്റ്റുഡൻസിനെ മിസ്യൂസ് ചെയ്യും. അതായത് ചില വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലെ സ്റ്റുഡൻസിനെ പൊളിറ്റിക്കൽ ഗെയിനിന് വേണ്ടിയിട്ട് പൊളിറ്റീഷ്യൻസ് മിസ്യൂസ് ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ഇതേപോലെയുള്ള യൂത്ത് അൺട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഫെയിലിയേഴ്സ്, അതായത് ഒരു സ്റ്റുഡൻസിൻ്റെ ഡിമാൻഡിനെ അംഗീകരിക്കാത്ത രീതിയിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ അതിനെതിരെ സ്റ്റുഡൻസ് എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. അതിപ്പോൾ ഏത് രീതിയിലുള്ള സ്ഥലമാണെങ്കിൽ പോലും, ഈവൻ പ്രൈവറ്റ് ആണോ ഗവൺമെൻറ് ആണോ അങ്ങനെയൊന്നുമില്ല, ഏതാണെന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്? പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അതിനിപ്പം പ്രൈവറ്റ് കോളേജാണോ ഗവൺമെൻറ് കോളേജാണോ യൂണിവേഴ്സിറ്റി ആണോ അങ്ങനെയൊന്നുമില്ല, ഏതിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് കാര്യമുണ്ടെങ്കിലും അവർക്ക് അതിനെതിരെ സമരം ചെയ്തിട്ട് അത് നേടാൻ വേണ്ടി പറ്റും. അതിനടുത്ത കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് ടീച്ചേഴ്സും സ്റ്റുഡൻസും അതേപോലെ തന്നെ പാരൻസും തമ്മിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട്.
ഇനി വാല്യൂ കോൺഫ്ലിക്റ്റ് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂസ് അതേപോലെ തന്നെ മോഡേൺ ഐഡിയാസ് തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതെപ്പോഴും നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വാല്യൂ കീപ്പ് ചെയ്യാൻ പറ്റില്ല, മോഡേൺ ഐഡിയാസ് എപ്പോഴും യൂത്തിന് വേണം. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഈ ഒരു അൺട്രസ്റ്റ് പോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഇനി ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനോ അല്ലേ ചാൻസസ് കുറവാകുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇങ്ങനെ യൂത്ത് അൺട്രസ്റ്റ് ഉണ്ടാവും. ഇനി അൺമെറ്റ് ആയിട്ടുള്ള ആസ്പിറേഷൻസ്, അതായത് നമുക്കിപ്പം ഒരു വലിയ ഡ്രീം ഉണ്ടായിട്ട് നേടാൻ വേണ്ടി പറ്റിയിട്ടില്ലെങ്കിൽ അതൊന്നും സംഭവിക്കും. നമുക്ക് അങ്ങനെ ഒരു ഹാർഷ് റിയാലിറ്റിയിൽ മനസ്സിലാകുന്ന സമയത്ത്, നമ്മളുണ്ടാകുന്ന സമയത്ത് നമുക്കുള്ളിൽ എന്തുണ്ടാവും, ഒരു ഒരു അൺട്രസ്റ്റ് ഉണ്ടാവും. അതിനാണെന്ന് പറഞ്ഞ് അൺമെറ്റ് ആസ്പിറേഷൻ എന്ന് പറയും. ഇനി അടുത്ത ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി. ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി നോക്കുന്ന സമയത്ത് അത് ഈ യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല കുറച്ച് കഴിയുന്ന സമയത്ത്. അതായത് അവരെന്ത് ചെയ്യും, വേറെ ആൾക്കാരിൽ അവർ റിലേ ചെയ്യും, എപ്പോഴും വേറെ ആൾക്കാരിൽ റിലേ ചെയ്യും. അതേപോലെ തന്നെ ലാസ്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന പോലെ തന്നെ ഭയങ്കര വയലൻസിൻ്റെ സിനിമകളും കാര്യങ്ങളെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള എഫക്റ്റാണ് യൂത്തിൽ ഉണ്ടാക്കുന്നത്. അത് ആരെ വേണമെങ്കിൽ തല്ല, ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യാം, ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിലുള്ള മനസ്സാകുമായിരിക്കും ഈ സ്റ്റുഡൻസിനൊക്കെ വരുന്നുണ്ടാവുക, അപ്പോൾ അല്ലെങ്കിൽ യൂത്തിന് വരുന്നുണ്ടാവുക. അപ്പോൾ അതും എന്തിലേക്ക് നയിക്കും, പ്രശ്നങ്ങൾക്ക് നയിക്കും. ഈ 13 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 13 പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനുള്ള ആൻസർ എഴുതാം.